ഹായ് ഓൾ, വെൽക്കം ടു CC ഇംഗ്ലീഷ് ഹബ്. നമുക്കിന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, എക്സാമ്പിൾസ് എഴുതി. വളരെ എളുപ്പമാണ്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അല്ലേ, എളുപ്പത്തിൽ പഠിക്കാം അല്ലെങ്കിൽ ബേസിക്കിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വളരെ സിമ്പിളാണ് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ, അതായത് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കൃത്യസമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ ടെൻസ് വരിക. ഒന്നുകൂടി പറയാം. കഴിഞ്ഞു പോയ, അതായത് പാസ്റ്റ് അല്ലേ, പാസ്റ്റിലെ ഒരു കൃത്യസമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ 5 മണിക്ക് ഞാൻ പഠിക്കുകയായിരുന്നു, നീ വിളിച്ചപ്പോൾ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു, അവൻ വന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ 5 മണിക്ക്, രാവിലെ 10 മണിക്ക്, നീ വിളിച്ചപ്പോൾ, ഞങ്ങൾ സംസാരിച്ചപ്പോൾ, ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈം പറയുകയാണ്. ഈ ഉദാഹരണം നമ്മളിപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നൗ എന്ന ഒരു സമയം പറഞ്ഞു, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന്. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈം പാസ്റ്റിലെ പറയുമ്പോഴാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. നമുക്ക് ഫോമാറ്റ് ഒന്ന് നോക്കാം അല്ലേ. ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് was or were, was or were പ്ലസ് വെർബിൻ്റെ ing ഫോം. എന്ത് സിമ്പിളാണ്. സബ്ജക്റ്റിൻ്റെ കൂടെ വാസ് അല്ലെങ്കിൽ വെയർ, പിന്നെ വെർബിൻ്റെ ing ഫോം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സബ്ജക്റ്റിൻ്റെ കൂടെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രവൃത്തി ചെയ്യുന്ന ആൾ. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അയാളുടെ പേരാണ് സബ്ജക്റ്റ്. വാസ് ഓർ വെയർ പ്ലസ് വെർബിൻ്റെ ing ഫോം. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരിക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇവിടെ ഈസാമാർ ആയിരുന്നു. ഈസാമാർ എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാ. വാസ് ഓർ വെയർ എന്താണ്? ആയിരുന്നു. എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആയിരുന്നു. വാസ് ഓർ വെയർ എന്താണ്? ആയിരുന്നു. ഒരു സിമ്പിൾ സെന്റൻസ് പറയുകയാണെങ്കിൽ, ഞാനൊരു കുട്ടിയായിരുന്നു, ഐ വാസ് എ ചൈൽഡ് അല്ലേ. ഐ വാസ് എ ചൈൽഡ്. അവർ ഡോക്ടറായിരുന്നു, അവരൊരു ഡോക്ടറായിരുന്നു. ഷി വാസ് എ ഡോക്ടർ. ഓക്കെ, അപ്പോൾ വാസ് അല്ലെങ്കിൽ വെയർ ആയിരുന്നു എന്ന അർത്ഥം വരുന്നു. നമുക്ക് വീണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരാം. ഞാൻ പഠിക്കുകയായിരുന്നു, നീ വിളിച്ചപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? സബ്ജക്റ്റ് ഞാനാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ വാസും, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ വെയറുമാണ് വരിക. ഐ വാസ്, ഹി ഷീ ഇറ്റ് വാസ്, ടോം വാസ്, യു ദേ വി വെയർ, യു ദേ വി വെയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ വാസും, പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ വെയറുമാണ് വരിക. വേറൊരു കാര്യമുണ്ട്, ഐയുടെ കൂടെ വേർ എവിടെയാണ് വേർ വരുമോ? ഐ വേർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാം, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പഠിക്കുകയായിരുന്നു, നീ വിളിച്ചപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്നങ്ങനെ പറയും. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? ഞാനാണല്ലേ, ഐ. പഠിക്കുകയായിരുന്നു. അപ്പോൾ ഐയുടെ വാസ് ആണോ വേറാണോ വരിക? ഐ വാസ് ആണോ ഐ വേറാണോ? വാസ് ആണ് കേട്ടോ. ഐയുടെ കൂടെ വാസ് ആണ് വരിക. ഐ വാസ് എന്താണ്? വെർബിൻ്റെ ing ഫോം. പഠിക്കുക, സ്റ്റഡി. ഐ വാസ് സ്റ്റഡിയിങ്. നീ വിളിച്ചപ്പോൾ എന്നെങ്ങനെ പറയും? വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ ഐ വാസ് സ്റ്റഡിയിങ് വെൻ യു കോൾഡ് മീ. ഓക്കെ, ഇനി അവർ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയാം? അവർ ഉറങ്ങുകയായിരുന്നു. അവർ, ദേ. യുടെ കൂടെ എന്താ വരിക? വാസ് ആണോ വേറാണോ? വേറാണ്. ദേ വെയർ ഉറങ്ങുക, സ്ലീപ്പ്. ദേ വെയർ സ്ലീപ്പിംഗ്. ക്ലിയർ അല്ലേ? ദേ വെയർ സ്ലീപ്പിംഗ്. ഓക്കെ, ഇനി അവൾ പാട്ട് പാടുകയായിരുന്നു. അവൾ പാട്ട് പാടുകയായിരുന്നു എങ്ങനെ പറയാ? അവൾ, ഷീ വാസ്. ഷീയുടെ കൂടെ വാസ് ആണ് വരിക. ഒരാളേ ഉള്ളൂ, സിംഗുലറാണ്. ഷീ വാസ് സിംഗിങ് എ സോങ്. ഷീ വാസ് സിംഗിങ് എ സോങ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് ഐ, ഏതൊക്കെ സബ്ജക്ട്സ് വെച്ച് നിങ്ങൾ എക്സാമ്പിൾസ് ഉണ്ടാക്കണം? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്ട്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ എക്സാമ്പിളും എഴുതുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഓരോ എക്സാമ്പിളും എഴുതിയതിനു ശേഷം ഒന്ന് വായിക്കുക കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആകുകയുള്ളൂ. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അവസാനം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണ്? ഐയുടെ കൂടെ വേറെ എവിടെയാണ് വരിക? ഐയുടെ കൂടെ വാസാണ് വരിക. ഐ വാസ് ആണ് സാധാരണ വരിക. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഐ വേർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതെവിടെയാണ്?
അതെവിടെയാണെന്ന് വെച്ചാൽ ഇമാജിനറി കണ്ടീഷൻസിലാണ് ഐ വെയർ ഉപയോഗിക്കുക. ഇമാജിനറി കണ്ടീഷൻ, ഞാനൊരു ഡോക്ടർ ആയാൽ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഡോക്ടർ ആയാലോ അല്ലേ, അത് ഒരു ചാൻസ് ഉണ്ട്. ഞാനൊരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇഫ് ഐ വെയർ എ ബേർഡ്, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നുവെങ്കിൽ ഞാൻ പറന്നേനെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേർ ഉപയോഗിക്കാം. അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത ഇമാജിനറി കണ്ടീഷൻസിൽ നമുക്ക് ഐയുടെ കൂടെ വേറാണ് ഉപയോഗിക്കുക. ഇഫ് ഐ വെയർ എ ബേർഡ്, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നുവെങ്കിൽ ഞാൻ പറന്നേനെ. ഓക്കെ, ഇനി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചേനെ എന്നെങ്ങനെ പറയും? ഇഫ് ഐ വർ യു ഐ വുഡ് എഗ്രി ഫോർ ദാറ്റ് മാരേജ്. ഓക്കെ, നീ ഞാനായിരുന്നുവെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു എക്സാമ്പിൾ, ഈ വേർ വെച്ച ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. എന്താണ് വേറെ, എവിടെയാണ് ഉപയോഗിക്കുക? ഇമാജിനറി കണ്ടീഷൻസ് വരുമ്പോഴാണ് വേർ ഉപയോഗിക്കുക. ഇഫ് ഐ വെയർ എ ബേർഡ്, ഇഫ് ഐ വെയർ എ ടൈഗർ, ഇഫ് ഐ വെയർ എ ലയൺ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.